ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹ്യൂമൻ ജോണർ. നമ്മള് സെക്ഷൻ 3യിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ നഴ്സിംഗ് ക്ലാസ്സസ്. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മെഡിക്കൽ ടേംസിലെ കുറച്ച് പ്രിഫിക്സസുകളാണ്. ഓക്കെ, പ്രിഫിക്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും വേർഡ്സ് പറയുന്നതിന് തൊട്ട് മുന്നേ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ടേംസുകളെയാണ് നമ്മൾ പറയുന്നത് പ്രിഫിക്സസ് എന്ന് പറയുമ്പോൾ. സോ നമ്മൾ ഇന്ന് ഒരു സെറ്റ് ഓഫ് പ്രിഫിക്സസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ന് എല്ലാം പഠിക്കാൻ പറ്റിയാലും നമ്മൾ 2 ക്ലാസ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. ഇന്ന് എനിക്ക് പറ്റുകയാണെങ്കിൽ എല്ലാം പറഞ്ഞു തരാം. ഓക്കെ, ഞാൻ എല്ലാ പ്രിഫിക്സസും പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല. അപ്പൊ ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ സെക്ഷനിലൂടെ എല്ലാം ഞാൻ പറയുന്നുള്ളൂ. ഈ സെക്ഷൻ മാത്രമല്ല, നമ്മളിപ്പോൾ ഇടുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് തന്നെ മതി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് നഴ്സിങ്ങിനെ കുറിച്ച് അറിയാൻ. ഈ ക്ലാസ്സസ് ഒക്കെ ഒന്ന് കണ്ടാൽ മതി, വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ടൈം കളയണ്ട, വേഗം വീട്ടിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയും ഒരു സെറ്റാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് നോക്കാം, അതായത് എ ഓർ എൻ. ഓക്കെ, പ്രിഫിക്സസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ഏതെങ്കിലും വാക്കിന്റെ ഒപ്പം ഫ്രണ്ടിൽ ചേർക്കുന്ന ഒരു ചെറിയൊരു ടേം ആണ് പ്രിഫിക്സസ് എന്ന് പറയുമ്പോൾ. അപ്പൊ നമ്മൾ മെഡിക്കൽ ടേംസിൽ എവിടെയെങ്കിലും എ ഓർ എൻ, എ എൻ ആൻ വരികയാണെങ്കിൽ ദാറ്റ് മീൻസ് വിത്തൗട്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആപ്നിയ അല്ലെങ്കിൽ അനീമിയ. ഓക്കെ, അതെല്ലാം നമുക്ക് എ ആണ്. ഓക്കെ, സോ എ ഓർ ആൻ ദാറ്റ് മീൻസ് വിത്തൗട്ട്. ദെൻ ആന്റി, രണ്ട് സെയിം പ്രൊനൗൺസിയേഷൻ വരുന്ന 2 വേർഡ്സ് ഉണ്ട്, 2 പ്രിഫിക്സസ് ഉണ്ട്. ആന്റി, ANTI ഉണ്ട്, ANTE ഉണ്ട്. ഓക്കെ, ANTI മീൻസ് അഗെയിൻസ്റ്റ്. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ് ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഇൻഫെക്ഷൻസ് വരുമ്പം, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരുമ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻ ആണ് ആന്റിബയോട്ടിക്സ്. അപ്പം അഗെയിൻസ്റ്റ്, ബാക്ടീരിയക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് എതിരെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ആന്റിബയോട്ടിക്സ്. അതൊരു എക്സാമ്പിൾ ആണ്. അപ്പം ഈ ANTI എന്ന് പറയുമ്പോഴത്തേക്കും അഗെയിൻസ്റ്റ് എന്നാണ് അർത്ഥം വരുന്നത്. ANTE എന്ന് പറയുകയാണെങ്കിൽ ബിഫോർ. ഫോർ എക്സാമ്പിൾ ആന്റിനേറ്റൽ, ദാറ്റ് മീൻസ് പ്രഗ്നൻസിയുടെ ഡെലിവറിക്ക് മുന്നേ ഉള്ളതാണ് ആന്റിനേറ്റൽ. സോ ANTE മീൻസ് ബിഫോർ. നെക്സ്റ്റ് ഇസ് ബ്രാഡി. ബ്രാഡി മീൻസ് സ്ലോ. ഫോർ എക്സാമ്പിൾ ബ്രാഡി കാർഡിയ. നെക്സ്റ്റ് പ്രിഫിക്സസ് ആണ് കാർഡിയ വരുന്നത്. അപ്പൊ രണ്ടും ഒരുമിച്ച് നമുക്ക് പറയാം. അതായത് ബ്രാഡി മീൻസ് സ്ലോ, കാർഡിയ മീൻസ് ഹാർട്ട്. അപ്പം ഇപ്പൊ ബ്രാഡിയുടെ എക്സാമ്പിൾ തന്നെ ബ്രാഡി കാർഡിയ എന്നാണ് പറയാ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലോ ഹാർട്ട് റേറ്റ്. അപ്പം കാർഡിയ മീൻസ് ഹാർട്ട്, ബ്രാഡി മീൻസ് സ്ലോ. അപ്പൊ എവിടെ നമുക്ക് ഈ ബ്രാഡി വന്നാലും സ്ലോ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. കാർഡിയ എന്ന വാക്കുകൊണ്ട്, എന്നൊരു പ്രിഫിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാർട്ട്. ഓക്കെ, ഹാർട്ട് എന്നാണ് അതിന്റെ അർത്ഥം. നെക്സ്റ്റ് വേർഡ് ഇസ് കോളി. കോളി മീൻസ് ബൈൽ. ബൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഒരു ഫ്ലൂയിഡ് ആണ്. അപ്പോ അതിനെക്കുറിച്ച് നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് അനാറ്റമിയിൽ പഠിക്കുന്നതായിരിക്കും. സോ കോളി മീൻസ് ബൈൽ. നെക്സ്റ്റ് ഇസ് സിസ്റ്റ്. സിസ്റ്റ് മീൻസ് ബ്ലാഡർ. ഓക്കെ, സിസ്റ്റിന് പല അർത്ഥങ്ങളുണ്ട്. ചില സിസ്റ്റിന്റെ ഇതേ സെയിം സ്പെല്ലിങ്ങിൽ തന്നെ സിസ്റ്റിന്റെ വേറൊരു മീനിങ് വരുന്നുണ്ട്. അതായത് ഫ്ലൂയിഡ് ഫിൽഡ് സാക്ക് എന്നും വരുന്നുണ്ട് സിസ്റ്റിന്. ഓക്കെ, അപ്പൊ സിസ്റ്റ് നമ്മൾ ഫ്ലൂയിഡ് ഫിൽഡ് സാക്ക് അല്ലെങ്കിൽ ബ്ലാഡർ എന്നും അതിന് അർത്ഥം വരുന്നുണ്ട്. സോ ഇതാണ് നമ്മളിപ്പോ പഠിച്ചിരിക്കുന്നത്. എ ഓർ ആൻ, ദാറ്റ് ഈസ് വിത്തൗട്ട്. ആന്റി, ANTI, ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ്. ആന്റി, ANTE, ദാറ്റ് ഈസ് ബിഫോർ. ബ്രാഡി മീൻസ് സ്ലോ, കാർഡിയ മീൻസ് ഹേർട്ട്, then കോളി മീൻസ് ബൈൽ ആൻഡ് സിസ്റ്റ് മീൻസ് ബ്ലാഡർ ഓർ ഫ്ലൂയിഡ് ഫിൽഡ് സാക്ക്. ഇത് നമ്മൾ അടുത്തൊരു സെറ്റ് ഓഫ് മെഡിക്കൽ പ്രിഫിക്സസ് ആണ് പറയാൻ പോകുന്നത്. അതിന്റെ ഫസ്റ്റ് വൺ ആണ് എൻഡോ, ENDO, ദാറ്റ് ഈസ് ഇൻസൈഡ്. ഓക്കെ, ഇപ്പോ എൻഡോകാർഡിയം അങ്ങനെയൊക്കെ പറയും. അതായത് കാർഡിയ മീൻസ് ഹാർട്ട്, എൻഡോ മീൻസ് ഇൻസൈഡ്. അപ്പൊ നമ്മൾ ഒരുമിച്ച് വെച്ച് വായിക്കുമ്പോഴത്തേക്കും ഇൻസൈഡ് ദ ഹാർട്ട്, അതായത് അതൊരു ലെയർ ആണ്, ഹാർട്ടിന്റെ ഒരു ലെയർ ആണ് എൻഡോകാർഡിയം എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാൻ ഡീറ്റെയിൽ ആയിട്ട്. ഞാനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്, എൻഡോകാർഡിയം. അങ്ങനെയൊക്കെ നമുക്കൊരു വേർഡ് ഉണ്ട്. ഓക്കെ, സോ എൻഡോ മീൻസ് ഇൻസൈഡ്. നെക്സ്റ്റ് ഇസ് എൻഡറിക്, ദാറ്റ് ഇസ് ഇൻഡസ്റ്റൈനൽ. എവിടെ നമുക്ക് ഈ എൻഡറിക് എന്ന് പറയുന്ന വേർഡ് ഉണ്ടോ ദാറ്റ് മീൻസ് ഇൻഡസ്റ്റൈൻ. ഓക്കെ, അത് ഇൻഡസ്റ്റൈന് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ആ ഒരു വേർഡ് വരുന്നത്. നെക്സ്റ്റ് മീൻസ് DYS, ദാറ്റ് ഈസ് അബ്നോർമൽ ഓർ പെയിൻഫുൾ. അങ്ങനെയൊക്കെയാണ് DYS എന്ന് പറയുന്നത്. ഡിഫിക്കൽട്ടി, അങ്ങനെയൊക്കെയാണ് നമുക്ക് DYS എന്ന് പറയുന്ന ആ ഒരു
പ്രിഫിക്സസിന് മീനിങ് വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഗ്യാസ്ട്രോ. ഗ്യാസ്ട്രോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സ്റ്റൊമക്. ഇത് സ്റ്റൊമക് റിലേറ്റഡ് ആണ്. ഗ്യാസ്ട്രോ എന്ന് പറയുന്നത് സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസുകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഗ്യാസ്ട്രോ എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഗ്ലൈ. ദാറ്റ് മീൻസ് ഷുഗർ. ഓക്കെ, ഇപ്പോ ഹൈപ്പോഗ്ലൈസീമിയ, ഹൈപ്പർ ഗ്ലൈസീമിയ, ദാറ്റ് മീൻസ് ഇപ്പം ഷുഗർ ഒക്കെ കൂടുമ്പോൾ നമ്മൾ ഹൈപ്പർ ഗ്ലൈസീമിയ എന്നൊക്കെ പറയും. അപ്പോ ഗ്ലൈ എന്ന വാക്കുകളുടെ അർത്ഥം വരുന്നത് ഷുഗർ എന്നാണ്. നെക്സ്റ്റ് വൺ ഇസ് ഡേം. DERM, ദാറ്റ് ഇസ് സ്കിൻ. ഓക്കെ, സ്കിന്നിന് നമ്മൾ മെഡിക്കൽ ടേം ആയിട്ട് പറയുന്നത് ഡേം എന്നാണ്. നെക്സ്റ്റ് ഇസ് ഹീമോ. ഹീമോ മീൻസ് ബ്ലഡ്. ബ്ലഡിന്റെ മെഡിക്കൽ ടേം ആണ് ഹീമോ. സോ ഇതൊക്കെയാണ് നമ്മൾ ഇപ്പൊ പഠിക്കുന്ന കുറച്ച് പ്രിഫിക്സസുകൾ. ഫസ്റ്റ് വൺ ഇസ് എൻഡോ, ദാറ്റ് ഇസ് ഇൻസൈഡ്. എൻറ്ററിക്, ഇൻഡസ്റ്റൈനൽ. ഡിസ്, abnormal. Gastro, stomach. Then gly, sugar. Derm, skin. And hemo, blood. അപ്പോ ഇന്ന് ഞാൻ ഇത്രയും ഈ ഒരു 2 സെറ്റ് നമ്മള് പ്രിഫിക്സസ് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അതായത് കുറെ പ്രിഫിക്സ് ഉണ്ട് നമുക്ക് ഇനിയും പഠിക്കാൻ വേണ്ടിയിട്ട്, കുറെ സഫിക്സസുകൾ ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ പഠിക്കുന്നതായിരിക്കും. അതെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ വരും. അപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമന്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും കമന്റ് ഞാൻ കാണുന്നുണ്ട്. എല്ലാവർക്കും റിപ്ലൈ തരാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം ജോലി അതും കൂടെ ആയിട്ട് എനിക്കിങ്ങനെ കുറച്ച് തിരക്കിലായിരുന്നു ഇപ്പോ. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാവരും കമന്റ് റിപ്ലൈ തരുന്നതായിരിക്കും. ഈ റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ ഈ വീഡിയോസിലൂടെ ഒക്കെ ഞാൻ പറയുന്നതായിരിക്കും. സോ നമുക്ക് ഇന്നിപ്പോ ഇത്രയും പഠിപ്പിച്ചുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ ഭയങ്കര കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത്രയും പഠിപ്പിച്ചത്. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ എന്തായാലും സെം ക്ലാസ് തുടങ്ങുന്ന വരെ കുറച്ച് സമയം കൂടുതലുണ്ട് നമുക്ക്. അപ്പം ആ ഒരു ടൈമിലേക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാം. സോ പിന്നെ എനിക്ക് പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമന്റുകൾ എനിക്ക് വളരെ ഇൻസ്പിറേഷൻ ആണ്. ഇനിയും അത് തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. സോ ദിസ് ഇസ് മീ ഹ്യൂമൻ സോണ സൈനിങ് ഓഫ്.